ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 1, ചിത്രപ്പട്ടിക. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. ഒരു ചിത്രം 6 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. വിനോദം കുട്ടികൾ ഒരു ചിത്രം = 6 എണ്ണം. ഫുട്ബോൾ 24. എത്ര ഫുട്ബോളുകൾ ഉണ്ട് നോക്ക്. 1 2 3 4 അല്ലേ. 4 × 6 = 24. അങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ക്രിക്കറ്റ് എത്ര ബാറ്റുകളുണ്ട്? 3 ബാറ്റുകൾ. 3 × 6 = 18. ബാഡ്മിന്റൺ 2 ബാറ്റുകളാണുള്ളത്. 2 × 6 = 12. വോളിബോൾ എത്ര ബോളുകളുണ്ട്? 5 ബോളുകളാണല്ലേ ഉള്ളത്. ഒരു ബോള് 6 എണ്ണമാണ്. സോ 6 × 5 = 30. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. പട്ടികയിലെ വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക. അത് നമ്മൾ ചെയ്തു. ബി, ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ എത്ര പേർ കൂടുതലാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത്? ക്രിക്കറ്റ് എത്ര കുട്ടികൾക്കാണ് ഇഷ്ടം? 18 കുട്ടികൾക്കാണ്. വോളിബോൾ 30 കുട്ടികൾക്കും. രണ്ടും കൂടി കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. എത്ര കിട്ടി? 30 കുറയ്ക്കണം 18 = 12. അടുത്ത ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടുക. എ, ഫുട്ബോൾ വോളിബോൾ എന്നിവ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഒരുപോലെയാണ്. തെറ്റാണല്ലേ. ബി, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. അതും തെറ്റാണ്. സി, ഏറ്റവും കുറവ് എണ്ണം കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റ് ആണ്. അതും തെറ്റാണ്. ഡി, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോൾ ആണ്. അതാണ് ശരി കേട്ടോ. ഇനി പ്രവർത്തനം 2 നോക്കൂ. പാക്കറ്റുകളാക്കാം. പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണം നോക്കൂ. റീന 160, അമൽ 171, ഫാത്തിമ 138, റീജ 131. ആകെ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണം എത്ര? ഈ 4ഉം കൂടി നമുക്ക് കൂട്ടണം കേട്ടോ. 160 കൂട്ടണം, 171 കൂട്ടണം, 138 കൂട്ടണം, 131. എത്ര കിട്ടും? 600 എന്ന് കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. റീന നിർമ്മിച്ച ചന്ദനത്തിരിയുടെ തിരി 20 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കി. ആകെ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? റീന 160 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അതിന്റെ ഒരു പാക്കറ്റിൽ 20 എണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? 160നെ 20 വെച്ച് ഡിവൈഡ് ചെയ്യണം. = എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ നോക്ക്. ഒരു പാക്കറ്റ് ചന്ദനത്തിരിയുടെ വില 20 രൂപയാണ്. 30 പാക്കറ്റ് വിറ്റു. എത്ര രൂപ കിട്ടി? ഒരു പാക്കറ്റിന് 20 രൂപയാണ്. അതുപോലത്തെ 30 പാക്കറ്റിന് എത്ര കിട്ടും? 20 × 30 ചെയ്താൽ കിട്ടും. ഓക്കെ, എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും അവർക്ക്? 600 രൂപ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്ക്. 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഫാത്തിമയ്ക്ക് എത്ര ചന്ദനത്തിരി കൂടെ വേണം? ഫാത്തിമയുടെ കയ്യിൽ ഇപ്പൊ എത്ര ചന്ദനത്തിരി ഉണ്ട്? 138 ചന്ദനത്തിരികളാണ് ഉള്ളത്. അപ്പോ ഇവിടെ എത്രയാണ് വേണ്ടത് നോക്കൂ. 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാണ് ഫാത്തിമക്ക് ആക്കേണ്ടത് കേട്ടോ. 7 × 20 = 140 ആണ്. അപ്പോ ഫാത്തിമയുടെ കയ്യിൽ ആകെ ഉള്ളത് 138 എണ്ണമാണ്. 140 ആവുക. ഇനി എത്ര എണ്ണം കൂടി വേണം? 140 - 138 = 2 എണ്ണം കൂടി വേണം കേട്ടോ. 2 എണ്ണം കൂടി കിട്ടിയാൽ അവൾക്ക് 7 പാക്കറ്റുകളാക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. 8 × 20 = 160 ആണ്. 9 × 20 തുല്യമായത് ടിക്കിടുക എന്നാണ് പറയുന്നത്. 9 × 20 എത്രയാണ്? 180 ആണ് കേട്ടോ. അപ്പൊ അത് എത്രയാണോ ഇതിലോ ഈ ഓപ്ഷൻസിൽ ഏതാണോ കറക്റ്റ് അതിന് നേരെ ടിക്കിടണം. 160നോട് 1 കൂട്ടിയത് എത്രയാണ്? 161 ആയിരിക്കും. അപ്പൊ തെറ്റാണ്. 160നോട് 9 തവണ 20 കൂട്ടിയത് അതൊരിക്കലും ആവില്ല അല്ലെ. അപ്പോൾ അത് എത്രയോ ആവും. വലിയ സംഖ്യയാണെന്ന് കിട്ടുക കേട്ടോ. സി നോക്കുക. 160നോട് 1 തവണ 20 കൂട്ടിയത് 160 + 20 എത്രയാണ്? 180 ആണ്. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ സി ആണ് കറക്റ്റ് ഉത്തരം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. എന്താണ്? പ്രവർത്തനം 3, വാർഷികാഘോഷം. ചോലവയിൽ LP സ്കൂളിന്റെ വാർഷികാഘോഷത്തിന് ചെലവായ തുക താഴെ തന്നിരിക്കുന്നു. ഇനം, തുക. ഭക്ഷണം 7480, ലൈറ്റ് ആൻഡ് സൗണ്ട് 8500, സമ്മാനം 2000. വാർഷികാഘോഷത്തിന് ഏറ്റവും കൂടുതൽ തുക ചിലവായത് ഏതിനത്തിനാണ്? ലൈറ്റ് ആൻഡ് സൗണ്ടിനാണ് അല്ലേ. 8500 രൂപ ചിലവായിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ. ഭക്ഷണത്തിന് ചിലവായതിനേക്കാൾ എത്ര രൂപ കൂടുതൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചിലവായി? അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കുറക്കാണ് വേണ്ടത് കേട്ടോ. 8500 നിന്ന് 7480 രൂപ കുറക്കാം. അപ്പോൾ എത്ര കിട്ടും? 1020 എന്ന് കിട്ടും കേട്ടോ. സി ക്വസ്റ്റ്യൻ. വാർഷികത്തിന് ആകെ എത്ര രൂപ ചിലവായി? എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ആകെ ചോദിച്ചാൽ എപ്പോഴും നമ്മൾ അത് ടോട്ടൽ ചെയ്യണം, പ്ലസ് ചെയ്യണം കേട്ടോ, കൂട്ടണം 3ഉം കൂടി. ഇപ്പോൾ 7480 + 8500 കൂട്ടണം 2000 = എത്ര കിട്ടും? 17,980 രൂപ എന്ന് കിട്ടും കേട്ടോ.
ഇനി അടുത്ത ചോദ്യം നോക്കൂ. സമ്മാനത്തിന് ചെലവായ തുക 4 പൂർവ്വ വിദ്യാർത്ഥികൾ തുല്യമായി തന്നു. ഒരാൾ എത്ര രൂപ തന്നു? അപ്പൊ മക്കളെ, സമ്മാനം വാങ്ങാൻ വേണ്ടി എത്ര രൂപ ചെലവായിരുന്നു? 2000 രൂപ അല്ലേ? 4 പൂർവ്വ വിദ്യാർത്ഥികളാണ് തുല്യമായി തന്നത്. സോ 2000ത്തെ 4 കൊണ്ട് ഹരിക്കണം. 2000 ഹരിക്കണം 4 സമം 500 രൂപ എന്ന് കിട്ടും ട്ടോ. ഇനി അടുത്ത ചോദ്യം. നോട്ടുകളുടെ എണ്ണവും അവയുടെ തുകയും ചുവടെ തന്നിരിക്കുന്നു. 1 2000 രൂപ, 3000 രൂപ, 4000 രൂപ, 1000 രൂപ. 500ന്റെ 8 നോട്ടുകൾ, 100ന്റെ 10 നോട്ടുകൾ, 100ന്റെ 20 നോട്ടുകൾ, 500ന്റെ 6 നോട്ടുകൾ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഏതെല്ലാമാണ് എന്ന് നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ, 2000 എപ്പോഴാണ് ആവുന്നത്? 100ന്റെ 20 നോട്ടുകൾ ആവുമ്പോഴാണ്. 3000 500ന്റെ 6 നോട്ടുകളും, 4000 500ന്റെ 8 നോട്ടുകളും, 1000 100ന്റെ 10 നോട്ടുകളാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി നെക്സ്റ്റ് നോക്കൂ. പ്രവർത്തനം 4A, ഉൽപ്പന്ന ശേഖരണം. ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ ഉൽപ്പന്ന ശേഖരണത്തിൽ കിട്ടിയ സാധനങ്ങളുടെ വിവരം താഴെ തന്നിരിക്കുന്നു. അരി 3 ക്വിന്റൽ 25 കിലോഗ്രാം, തേങ്ങ 1 ക്വിന്റൽ 70 കിലോഗ്രാം, ചേന 1 ക്വിന്റൽ 10 കിലോഗ്രാം, നേന്ത്രക്കായ 1 ക്വിന്റൽ 8 കിലോഗ്രാം. നേന്ത്രക്കായുടെ തൂക്കം കിലോഗ്രാമിൽ എഴുതുക എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 100 കിലോഗ്രാം ആണല്ലേ? അപ്പൊ നേന്ത്രക്കായ 1 ക്വിന്റൽ 8 കിലോഗ്രാം ആണ്. സോ 1 × 100 സമം 100 കിലോഗ്രാം. 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം പ്ലസ് ഒരു 8 കിലോഗ്രാമും കൂടി കൂട്ടാം. 108 കിലോഗ്രാം ആയിരിക്കും നേന്ത്രക്കായുടേത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. കലോത്സവത്തിന്റെ 1ാം ദിവസം 1 ക്വിന്റൽ 50 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ബാക്കിയുള്ള അരിയുടെ തൂക്കം എഴുതുക. അപ്പോ അരി ആകെ എത്രയാണ്? 3 ക്വിന്റൽ 25 കിലോഗ്രാം അഥവാ 325 കിലോഗ്രാം. ഓക്കെ, പിന്നെ ഉപയോഗിച്ചത് 1 ക്വിന്റൽ 50 കിലോഗ്രാം അഥവാ 150 കിലോഗ്രാം. അത് രണ്ടും മൈനസ് ചെയ്യണം. 325 മൈനസ് 150 എത്രയാണ്? കുറച്ചാൽ കിട്ടും 175 കിലോഗ്രാം എന്ന് കിട്ടും അല്ലേ? സമം എത്രയാണ്? 175 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ക്വിന്റൽ 75 കിലോഗ്രാം ആണ്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. ചേനയുടെ തൂക്കത്തെക്കാളും എത്ര കൂടുതലാണ് തേങ്ങയുടെ തൂക്കം? ചേന എത്രയാണ്? 1 ക്വിന്റൽ 10 കിലോഗ്രാം. തേങ്ങയോ? 1 ക്വിന്റൽ 70 കിലോഗ്രാം. അപ്പോൾ 1 ക്വിന്റലും 1 ക്വിന്റലും മൈനസ് ചെയ്താൽ 0 ആയി അല്ലേ? 0 ആയി. 70 നിന്ന് 10 കുറച്ചാൽ എത്രയാണ്? 60 കിലോഗ്രാം ആണ്. അപ്പോൾ 60 കിലോഗ്രാം കൂടുതലാണ് എന്ത്? തേങ്ങ കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് ടിക്കിടാനാണ് പറയുന്നത്. 1 ടൺ സമം 100 കിലോഗ്രാം, 1 ടൺ സമം 1000 കിലോഗ്രാം, 1 ടൺ സമം 100 ക്വിന്റൽ, 1 ടൺ സമം 10,000 കിലോഗ്രാം. ഏതാണ് ശരി? 1 ടൺ 1000 കിലോഗ്രാം ആണല്ലേ? ഇനി നെക്സ്റ്റ് പ്രവർത്തനം 4B, പാൽ കണക്ക്. സൊസൈറ്റിയിൽ 5 ദിവസം ശേഖരിച്ച പാലിന്റെ അളവ് താഴെ തന്നിരിക്കുന്നു. ഞായർ 285 ലിറ്റർ 300 മില്ലി ലിറ്റർ, തിങ്കൾ 301 ലിറ്റർ 100 മില്ലി ലിറ്റർ, ചൊവ്വ 274 ലിറ്റർ 750 മില്ലി ലിറ്റർ, ബുധൻ 300 ലിറ്റർ 800 മില്ലി ലിറ്റർ, വ്യാഴം 294 ലിറ്റർ 500 മില്ലി ലിറ്റർ. ഏറ്റവും കൂടുതൽ പാൽ ശേഖരിച്ചത് ഏത് ദിവസമാണ്? ഏത് ദിവസമാണ്? തിങ്കൾ. ബി, വ്യാഴാഴ്ചത്തേക്കാൾ എത്ര കൂടുതൽ പാൽ ബുധനാഴ്ച ശേഖരിച്ചു? ബുധനാഴ്ച 300 ലിറ്റർ 800 മില്ലി ലിറ്റർ ആണ്. വ്യാഴാഴ്ച 294 ലിറ്റർ 500 മില്ലി ലിറ്റർ. ഇനി എന്താ ചെയ്യേണ്ടേ? 2ൽ നിന്ന് കുറയ്ക്കാണ് കേട്ടോ വേണ്ടത്. 300ൽ നിന്ന് 294 മൈനസ് ചെയ്ത് എത്രയാണ്? 6 ആണ്. 6 ലിറ്റർ. 800 മില്ലി ലിറ്ററിൽ നിന്ന് 500 മില്ലി ലിറ്റർ കുറച്ചാൽ എത്രയാണ് മക്കളെ? 300 മില്ലി ലിറ്റർ. സോ 6 ലിറ്റർ 300 മില്ലി ലിറ്റർ എന്ന് കിട്ടും ട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ഞായറാഴ്ച ശേഖരിച്ചതിൽ നിന്നും 64 ലിറ്റർ പാൽ വിറ്റു. ബാക്കി പാലിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചത്. ഞായറാഴ്ച ശേഖരിച്ചത് എത്ര ലിറ്റർ ആണ്? 285 ലിറ്റർ പിന്നെ 300 മില്ലി ലിറ്റർ അല്ലേ? അതിൽ നിന്ന് ഇനി 64 മൈനസ് ചെയ്യണം. 255 നിന്ന് 64 കുറച്ചാൽ എത്രയാണ്? 221 ലിറ്റർ പിന്നെ കൂടെയുള്ള 300 മില്ലി ലിറ്റർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വെള്ളിയാഴ്ച ശേഖരിച്ച പാൽ 40 ലിറ്ററിന്റെ 8 പാത്രത്തിൽ നിറയെ ഉണ്ടായിരുന്നു. ആകെ പാലിന്റെ അളവ് എത്ര? അഥവാ 40 ലിറ്ററിന്റെ 8 പാത്രങ്ങളിലായിട്ട് പാല് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോ എത്രയായിരിക്കും ടോട്ടൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചത് കേട്ടോ. 8 × 40 സമം 320 ലിറ്റർ ഉണ്ടാവും. അടുത്ത ചോദ്യം നോക്കൂ. ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് നേരെ ടിക്ക് ഇടാനാണ് പറയുന്നത് കേട്ടോ. 1 ലിറ്റർ ഈക്വൽ ടു 10 മില്ലി ലിറ്റർ, 1 ലിറ്റർ സമം 100 മില്ലി ലിറ്റർ, 1 ലിറ്റർ സമം 1000 മില്ലി ലിറ്റർ, 1 ലിറ്റർ സമം 10,000 മില്ലി ലിറ്റർ. ഏതാണ് ശരി? സി ആണല്ലേ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അടുത്ത പ്രവർത്തനം നോക്കൂ.
പ്രവർത്തനം 5A ദൂരം. ഋതികയുടെ വീട്ടിൽ നിന്നും വിവിധ പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള ദൂരമാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. പൊതുസ്ഥാപനം ദൂരം മീറ്ററിൽ, ദൂരം കിലോമീറ്ററിലും മീറ്ററിലും. പഞ്ചായത്ത് ഓഫീസ് 2400 മീറ്റർ, 2 കിലോമീറ്റർ, 400 മീറ്റർ. സ്കൂൾ ദൂരം മീറ്ററിൽ തന്നിട്ടില്ല, കിലോമീറ്ററിൽ എങ്ങനെയാണ് 2 കിലോമീറ്റർ 200 മീറ്റർ. അപ്പൊ എത്രയാവും മക്കളെ? 2200 മീറ്റർ ആയിരിക്കും അല്ലേ. പോലീസ് സ്റ്റേഷൻ 7300 മീറ്റർ ആണ്. അപ്പൊ അതെങ്ങനെ എഴുതാ? 7 കിലോമീറ്റർ 300 മീറ്റർ. ആശുപത്രി 5 കിലോമീറ്റർ 500 മീറ്റർ ആണ്. അപ്പൊ അതെങ്ങനെ എഴുതാ? 5500 മീറ്റർ എന്ന് എഴുതും അല്ലേ. എ ക്വസ്റ്റ്യൻ മുകളിൽ കൊടുത്ത പട്ടികയുടെ വിട്ടഭാഗം പൂർത്തിയാക്കുക. അത് നമ്മൾ ചെയ്തു. ബി ക്വസ്റ്റ്യൻ ഋതിക സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. സ്കൂളിലേക്ക് പോവാൻ 2200 മീറ്ററും തിരിച്ചു വരാനും ആ ദൂരം തന്നെ ഉണ്ടാവും അല്ലേ. 2200 പ്ലസ് 2200 സമം 4400 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. സി ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ തന്നവയിൽ ശരിയായതിനു നേരെ ടിക്കിടുക. എ ഋതികയുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം പഞ്ചായത്ത് ഓഫീസാണ്. ശരിയാണോ മക്കളെ? അല്ല. ബി ഋതികയുടെ വീട്ടിൽ നിന്നും ഏറ്റവും അകലെയുള്ള പൊതുസ്ഥാപനം ആശുപത്രിയാണ്. അത് ശരിയാണോ? അല്ലല്ലേ, പോലീസ് സ്റ്റേഷനാണ്. സി ഋതികയുടെ വീട്ടിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒരേ ദൂരമാണ്. അതും തെറ്റാണ്. ഡി ഋതികയുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം സ്കൂളാണ്. അത് ശരിയാണല്ലേ, സ്കൂളാണ്. 2200 മീറ്റർ ആണ് സ്കൂളിലേക്കുള്ള ദൂരം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 5B കൈവരി നിർമ്മാണം. കാറ്റാടി കവല മുതൽ ചട്ടിവയൽ വരെ പുതുതായി നിർമ്മിച്ച റോഡിന് കൈവരി പണിയുകയാണ്. ഒന്നാം ദിവസം 2 കിലോമീറ്റർ 300 മീറ്റർ കൈവരി ഉണ്ടാക്കി. രണ്ടാം ദിവസം 2 കിലോമീറ്റർ 200 മീറ്റർ കൈവരി ഉണ്ടാക്കി. ഒന്നാം ദിവസം നിർമ്മിച്ച കൈവരിയുടെ നീളം എത്ര മീറ്റർ ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കൂ, ഒന്നാം ദിവസം 2 കിലോമീറ്റർ 300 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? അതൊറ്റ മീറ്ററിലേക്ക് മാറ്റണം. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ് മക്കളെ? 1000 മീറ്റർ ആണല്ലേ. 2 കിലോമീറ്റർ എത്ര ഉണ്ടാവും? 2000 മീറ്റർ ഉണ്ടാവും. സോ 2 കിലോമീറ്റർ 300 മീറ്റർ എന്ന് പറഞ്ഞാൽ 2300 മീറ്റർ ഉണ്ടാവും കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ. ആദ്യ 2 ദിവസങ്ങളിൽ നിർമ്മിച്ച കൈവരിയുടെ ആകെ നീളം എത്രയാണ്? രണ്ടും കൂടി പ്ലസ് ചെയ്യണം നമുക്ക്. 2 കിലോമീറ്ററും 2 കിലോമീറ്ററും കൂട്ടിയാൽ 4 കിലോമീറ്റർ, 300 മീറ്ററും 200 മീറ്ററും കൂട്ടിയാൽ 500 മീറ്റർ. സോ 4 കിലോമീറ്റർ 500 മീറ്റർ എന്നുണ്ടാവും കേട്ടോ. സി ക്വസ്റ്റ്യൻ. 7 കിലോമീറ്റർ കൈവരി നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. ഇനി നിർമ്മിക്കാനുള്ള കൈവരിയുടെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 7 കിലോമീറ്ററും പിന്നെ ആകെ എത്ര ഇപ്പൊ നിർമ്മിച്ചിട്ടുണ്ട്? 4 കിലോമീറ്ററും 500 മീറ്ററും അല്ലേ. 7 നിന്ന് അത് മൈനസ് ചെയ്യണേ. അപ്പോൾ ഇവിടെ 7 കിലോമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റിയാൽ 7000 മീറ്റർ എന്ന് കിട്ടും. മൈനസ് 4 കിലോമീറ്റർ 500 മീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയാൽ 4500 മീറ്റർ എന്ന് കിട്ടും. മൈനസ് ചെയ്താൽ നമുക്ക് 2500 മീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ 500 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. കുറയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം മീറ്ററിലേക്കൊക്കെ മാറ്റുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 7 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി എഴുതുക. 7 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി എഴുതിയാൽ എത്രയാണ്? 7 × 1000 സമം 7000 മീറ്റർ അല്ലേ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ കൊടുത്തവയിൽ ശരിയായതിനു നേരെ ടിക്ക് ഇടുക. 1 1 മീറ്റർ സമം 100 മീറ്റർ. 2 1 മീറ്റർ സമം 1000 സെന്റിമീറ്റർ. 1 കിലോമീറ്റർ സമം 1000 മീറ്റർ. 1 കിലോമീറ്റർ സമം 10000 മീറ്റർ. എ 1ഉം 2ഉം ശരിയാണ്. ബി 2ഉം 3ഉം ശരിയാണ്. സി 1ഉം 3ഉം ശരിയാണ്. ഡി 1ഉം 4ഉം ശരിയാണ്. ഇതിലേതാണ് കറക്റ്റ്? സി ആണല്ലേ. 1ഉം 3ഉമാണ് ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്